PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കലകളെ കുറിച്ചിട്ടാണ്. അത് കേരള PSCയുടെ 65ാം വിശേഷാൽ വാർഷിക പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ കലകൾ. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. മാന്ത്രികൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതൻ ആരാണ്? അത് കടമറ്റത്ത് കത്തനാരാണ്. കടമറ്റത്ത് കത്തനാർ. യഥാർത്ഥ പേര് പൗലോസ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പൗലോസ് എന്നാണ്. ഏത് മേഖലയിലാണ് ജോസഫ് കൈമാപ്പറമ്പൻ പ്രസിദ്ധി നേടിയത്? കഥാപ്രസംഗ മേഖലയിൽ. കഥാപ്രസംഗ മേഖലയിലാണ് ജോസഫ് കൈമാപ്പറമ്പൻ പ്രസിദ്ധി നേടിയത്. കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഹരികഥയാണ്. ഹരികഥ. കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഹരികഥ. കേരളത്തിലെ മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കേരളത്തിലെ മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അടുത്തൊരു പോയിന്റ് നോക്കാം. തഞ്ചാവൂർ നാൽവർ സംഘം തഞ്ചാവൂർ നാൽവർ സംഘം ഏത് രംഗത്താണ് പ്രസിദ്ധി നേടിയത്? ഇത് സംഗീത രംഗത്ത്. തഞ്ചാവൂർ നാൽവർ സംഘം പ്രസിദ്ധി നേടിയത് സംഗീത രംഗത്താണ്. നിരവധി ആട്ടക്കഥകളും കീർത്തനങ്ങളും രചിച്ച കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ്? ഇരയിമ്മൻ തമ്പിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി അല്ലെ. ഇതൊക്കെ വ്യത്യസ്തമായ പോയിന്റുകളാണ്. പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക. പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യകലാകാരൻ ആരാണ്? അത് പി കെ നാരായണൻ നമ്പ്യാരാണ്. പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യകലാകാരനാണ് പി കെ നാരായണൻ നമ്പ്യാർ. UK കുഞ്ഞിരാമ പണിക്കർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത്? തെയ്യം. UK കുഞ്ഞിരാമ പണിക്കർ തെയ്യം. ഇതൊക്കെ നമുക്ക് തികച്ചും പുതിയ പോയിന്റുകളാണ്. ഇത് PSC ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അവഗണിച്ചുകൂടാ, നമ്മൾ പഠിക്കണം. സാഹിത്യത്തിൽ തിരുവാതിരപ്പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മച്ചാട്ടിളയതിൻ്റെ ശരിയായ പേര്, അദ്ദേഹത്തിൻ്റെ പേരാണ് മച്ചാട്ടിളയത്. മച്ചാട്ടിളയതിൻ്റെ ശരിയായ പേരാണ് മച്ചാട്ട് നാരായണൻ ഇളയത്. എന്താണ്? സാഹിത്യത്തിൽ തിരുവാതിരപ്പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മച്ചാട്ടിളയതിൻ്റെ ശരിയായ പേരാണ് മച്ചാട്ട് നാരായണൻ ഇളയത്. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർത്തിസുബ്ബയാണ്. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർത്തിസുബ്ബ. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കളാണ്. കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ. കാക്കാരിശി നാടകത്തിൻ്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് കൊല്ലക കേശവപിള്ള ആശാനാണ്. കൊല്ലക കേശവപിള്ള ആശാൻ. എന്താണ്? കാക്കാരിശി നാടകത്തിൻ്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് കൊല്ലക കേശവപിള്ള ആശാനാണ്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ, അത് പിന്നെ അറിയാലേ, പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു പേര് അല്ലേ, കുറെ കൂടെ ഇതാണ്, യേശുദാസ്. ഗാനഗന്ധർവൻ യേശുദാസ്. തുകൽവാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവെമ്പ ഏത് ജില്ലയിലാണ്? പെരുവെമ്പ പാലക്കാട് ജില്ലയിലാണ്. തുകൽവാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവെമ്പ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഈ കേരള PSCയുടെ 65ാം എഡിഷനിലെ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ദിവസം തന്നെ 2-3 ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്തൊരു പോയിന്റ് നോക്കാം. കേരളത്തിലെ നൃത്ത പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചതാരാണ്? അത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. കേരളത്തിലെ നൃത്തപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ്. കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ച സാംസ്കാരിക ചരിത്രകാരിയാണ് കപില വാത്സ്യായനൻ. അപ്പോൾ ആ കൃതിയുടെ പേരാണ് ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം. കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ച സാംസ്കാരിക ചരിത്രകാരിയാണ് കപില വാത്സ്യായനൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അടുത്തൊരു പോയിന്റ്, തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്നത്
പത്മിനി, ലളിത, രാഗിണി. ഇവർ സിനിമാ നടിമാർ കൂടിയാണ് അല്ലേ. ലളിത, പത്മിനി, രാഗിണി എന്നറിയപ്പെടുന്ന സിനിമാ നടിമാർ കൂടിയാണ് ഇവർ അല്ലേ. തിരുവിതാംകൂർ സഹോദരിമാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി അല്ലെ. ഇതൊക്കെ പുതിയ വിവരമാണ് അല്ലേ. കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി. അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം അല്ലെ. എന്താണ് കുത്തിയോട്ടം? അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കോട്ടയമാണ്. കോട്ടയം അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ലയാണ് കോട്ടയം. നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. അലാമിക്കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അലാമിക്കളി ഇത് ചിലർക്കൊക്കെ പുതിയ വിവരമാണ് അല്ലേ. അലാമിക്കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കാസർഗോഡ് ജില്ല. അലാമിക്കളി കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ് അല്ലേ. രാമനാട്ടം കൊട്ടാരക്കരയിലാണ്. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം കൊട്ടാരക്കര. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം പരീക്ഷ ടെലഗ്രാമിൽ നടക്കുന്നുണ്ട്. ടെലഗ്രാമിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യണം. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം കൊട്ടാരക്കരയാണ്. അതേപോലെ കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള ജില്ല. കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല. കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരം. കാളിയൂട്ട് എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരമാണ് അല്ലേ. അപ്പോൾ കാക്കാരിശി നാടകം തിരുവനന്തപുരം ജില്ലയിലാണ്. കാളിയൂട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ. രാമനാട്ടം കൊട്ടാരക്കരയിലാണ്. അലാമിക്കളി കാസർഗോഡ് ജില്ലയിലാണ്. ഇനി നോക്കുക, കടമ്മനിട്ട, ഒതറ, നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധമായത്? ഇത് പടയണിക്കാണ് അല്ലേ. കടമ്മനിട്ടയിലെ പടയണി പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ ഒതറ, നീലംപേരൂർ ഈ സ്ഥലങ്ങളിലും പടയണി പ്രസിദ്ധമാണ്. കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ള ജില്ല കണ്ണൂരാണ്. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നേ. കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ള ജില്ല കണ്ണൂരാണ്. കോതമൂരിയാട്ടം. രേവതി പട്ടത്താനത്തിൻ്റെ വേദി അത് കോഴിക്കോട് തളി ക്ഷേത്രമാണ് അല്ലെ. നമ്മൾ രേവതി പട്ടത്താനം ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഫെമിലിയർ ആണ് നമുക്ക്. അടുത്തത്, പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്തനാടകമാണ് ചവിട്ടുനാടകം. പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്തനാടകമാണ് ചവിട്ടുനാടകം. ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ എടുക്കുന്ന എഫർട്ട് പ്രയോജനപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. മരപ്പലകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത്. അപ്പോൾ ചവിട്ടുനാടകം എന്താണ്? പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്തനാടകമാണ് ചവിട്ടുനാടകം. മരപ്പലകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള ചോദിക്കുന്നത്, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിന് വരുമെന്ന്. പക്ഷേ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള ഈ പോയിന്റുകളൊക്കെ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ. ഇപ്പോൾ തന്നെ ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ട 2 പോയിന്റുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രസ്താവന 1 ശരിയാണോ, പ്രസ്താവന 1, 2 ശരിയാണോ, അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയിൻ്റായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഈ PSC ബുള്ളറ്റിനിലും ഇപ്പോൾ പറഞ്ഞ ഈ വിശേഷാൽ പതിപ്പിലും ഇങ്ങനെ പോയിൻ്റായിട്ട് തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ബാക്കിയൊക്കെ നമ്മൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഇത് ഓർമ്മ വരും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ചവിട്ടുനാടകത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ്. ചിന്നത്തമ്പി അണ്ണാവി അല്ലേ. ചവിട്ടുനാടകത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവി. ചവിട്ടുനാടകത്തിലെ കളിയാശാൻ അറിയപ്പെടുന്ന പേരാണ് അണ്ണാവി. കണ്ട, ഇപ്പോൾ ചവിട്ടുനാടകത്തെക്കുറിച്ച് 4 പോയിന്റുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് 4 സ്റ്റേറ്റ്മെൻ്റായിട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക ചവിട്ടുനാടകത്തിൻ്റെ കാര്യം അല്ലേ. ചവിട്ടുനാടകത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവി. ചവിട്ടുനാടകത്തിലെ കളിയാശാൻ അറിയപ്പെടുന്ന പേരാണ് അണ്ണാവി എന്ന്. കേരളത്തിലെ ഏത് ക്രൈസ്തവ വിഭാഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം? ഇത് ലത്തീൻ കത്തോലിക്കക്കാരാണ് ഇത് പഠിച്ചിരുന്നത്. ലത്തീൻ കത്തോലിക്കക്കാർ. അതേപോലെ തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപമാണ് ചവിട്ടുനാടകം. അപ്പം നോക്കിയ ചവിട്ടുനാടകത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പോയിന്റുകളാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പം തന്നെ അത്ര ഒരു 6ഓളം പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലേ. പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്തനാടകമാണ്. മരപ്പലകകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ്.
അതേപോലെ ചവിട്ടുനാടകത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ്. ചവിട്ടുനാടകത്തിലെ കളിയാശാൻ അറിയപ്പെടുന്ന പേര് അണ്ണാവി എന്നാണ്. കേരളത്തിലെ ഏത് ക്രൈസ്തവ വിഭാഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം? ലത്തീൻ കത്തോലിക്കരെ അല്ലേ. അതേപോലെ തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപമാണ് ചവിട്ടുനാടകം. ഇനി അടുത്തൊരു പോയിന്റ്, ആദ്യത്തെ ചവിട്ടുനാടകം എന്ന് കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ്. കാറൽമാൻ ചരിതം ഫ്രഞ്ച് പദമായ ഷാർലിമെയിൻ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കാറൽമാൻ അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ. നമ്മൾ കാറൽമാൻ ചരിതമൊന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് യഥാർത്ഥ സംഭവം ഇതാണ് അല്ലേ. ആദ്യത്തെ ചവിട്ടുനാടകമാണ് കാറൽമാൻ ചരിതം. അതേപോലെ ഫ്രഞ്ച് പദമായ ഷാർലിമെയിൻ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കാറൽമാൻ. കാറൽമാൻ ചരിതം രചിച്ചത് വറീച്ചൻ അണ്ണാവി അല്ലേ. പറയാൻ പാടാണ്. കാറൽമാൻ ചരിതം രചിച്ചത് വറീച്ചൻ അണ്ണാവി. പോർച്ചുഗീസുകാരുടെ സ്വാധീന ഫലമായി രൂപം കൊണ്ടതിനാൽ പറങ്കി നാടകം അല്ലെ, ഈ ചവിട്ടുനാടകത്തെ എന്തും വിളിക്കും? പറങ്കി നാടകം എന്നും അറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം തന്നെ നോക്കിയേ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെ, 1-2 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനുള്ള അത്രയും പോയിന്റുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ടുനാടകം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം എന്ന് പറയുന്നത്. അപ്പോൾ കേരള നടനം നമ്മൾ കേട്ടിട്ടുണ്ട്. കേരള നടനം PSCയുടെ ഒരു ഇഷ്ട ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ കേരള നടനം കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം എന്ന് പറയുന്നത്. ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ്. ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ് അല്ലേ. ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്, ഗുരു ഗോപിനാഥ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ്. ഹൈന്ദവ പുരാണേതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്തരൂപമാണ് കേരള നടനം എന്നറിയപ്പെടുന്നത്. അതാണ് ആ കേരള നടനത്തിൻ്റെ ഒരു പ്രത്യേകത. ഹൈന്ദവ പുരാണേതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളത്തിലെ നൃത്തരൂപമാണ് കേരള നടനം എന്ന് അറിയപ്പെടുന്നത്. കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗുരു ഗോപിനാഥ് അല്ലെ. ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ്. കേരള നടനം കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ്. ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചത് ഗുരു ഗോപിനാഥാണ് അല്ലേ. ഏതു പേരിലാണ് കേരള നടനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ഷർമാൻ പ്രസിദ്ധനായത് അല്ലെ. ആരാണ്? ഇസ്തർ ഷർമാൻ പ്രസിദ്ധനായത് രാഗിണി ദേവി. ഏതു പേരിലാണ് കേരള നടനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ഷർമാൻ പ്രസിദ്ധയായത്? രാഗിണി ദേവി എന്ന പേരിൽ അല്ലെ. കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേര് കഥകളി നടനമെന്നാണ്. കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേര് കഥകളി നടനമെന്നാണ് അല്ലെ. കഥകളി നടനമെന്ന്. അപ്പോൾ ഇനി ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി ബാക്കി കൂടെ ഉണ്ട്, കുറച്ചുകൂടെ നമുക്ക് പഠിക്കാം. ബോറടിക്കുമ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് 1987 ഒക്ടോബർ 9 എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കുക അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യനാണ് ഗുരു ഗോപിനാഥ് എന്ന് പറയുന്നത്. എന്താണ്? 1987 ഒക്ടോബർ 9 എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കെ അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യനാണ് ഗുരു ഗോപിനാഥ്. ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപം കേരള നടനമാണ്. നിങ്ങൾ ഈ കേരള നടനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. കേരള നടനം എപ്പോഴും ചോദിക്കാറുണ്ട്. ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് കേരള നടനം എന്നറിയപ്പെടുന്നത്. കേരള നടനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് ഇസ്തർ ഷർമാൻ അല്ലെ. നമ്മളിപ്പോൾ പഠിച്ചു ഇസ്തർ ഷർമാൻ. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തമാണ് മോഹിനിയാട്ടം അല്ലെ. മോഹിനിയാട്ടത്തെക്കുറിച്ച് ഇപ്പം ചില തർക്കങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ. പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുന്നത് ശരിയാകുന്നില്ലെന്നുണ്ട്. നിങ്ങൾ ന്യൂസ് കാണുന്നില്ലേ? അപ്പോൾ അത് സ്ത്രീകളാണ് ആടേണ്ടത്, അല്ലെങ്കിൽ അഥവാ പുരുഷന്മാർ ആടിയാൽ തന്നെ സൗന്ദര്യം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഒരു അനാവശ്യമായ ഒരു ഇതിലേക്ക് വരുന്നു. പക്ഷേ ശരിക്കും ഇത് ഇവിടുത്തെ ഒരു പോയിന്റ് നോക്കി, ഇവിടെ പറയുന്നത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തം എന്നാണ് അല്ലേ. പണ്ട് ഇത് ഈ മോഹിനിയാട്ടം അവതരിപ്പിച്ചിരുന്ന നമ്മുടെ സിനിമാ നടൻ വിനീതിൻ്റെ പഴയ ഒരു ഇത് കണ്ടായിരുന്നു. അദ്ദേഹം പക്ക സ്ത്രീയായിട്ട് ഒരുങ്ങി വന്നിട്ടാണ് മോഹിനിയാട്ടം കളിക്കുന്നതായിട്ട്. പണ്ടത്തെ വീഡിയോ ആണ്.
അപ്പോൾ അങ്ങനെ ഇതിൽ പറയുന്ന നോക്കിയാൽ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തമാണ് മോഹിനിയാട്ടം. അപ്പോൾ ഇതിൻ്റെ എന്താണ് എന്നുള്ളതൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. മോഹിനി അതോ മോഹനന് ആടാൻ പറ്റുമോ മോഹിനിയാട്ടം എന്നുള്ളതൊന്ന് ചർച്ചയിലാണ്. അപ്പോൾ കാലിക പ്രസക്തി വന്നിട്ടുള്ളത് കൊണ്ട് മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ നോക്കി വയ്ക്കുക. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് അല്ലേ. അപ്പോൾ കല്യാണിക്കുട്ടിയമ്മ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഓക്കെ അല്ലേ. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽപ്പാട്ടായ ഘോഷയാത്ര രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ അല്ലേ. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽപ്പാട്ടായ ഘോഷയാത്ര രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ. മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാരമാല രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. കേരളത്തിലെ ഏക ശാസ്ത്രീയ സ്ത്രീ നൃത്തകല എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. സ്ത്രീകളാണ് ഇത് കളിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ പുരുഷന്മാർ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് അല്ലേ. കേരളത്തിലെ ഏക ശാസ്ത്രീയ സ്ത്രീ നൃത്തകല മോഹിനിയാട്ടമാണ്. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ഇപ്പം ആക്ച്വലി ഇത് മോഹിനിയാട്ടം പുരുഷന്മാർ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, അവിടെ നടന്ന ചില പരാമർശങ്ങളാണ്, കളറിൻ്റെ പേരിൽ പറഞ്ഞ പരാമർശങ്ങൾ, കാക്കയെ പോലെ അല്ലേ, അതൊക്കെയാണ് ശരിക്കും വലിയ പ്രശ്നമായിപ്പോയത്. കാരണം മാനുഷിക ഇതിലേക്കൊക്കെ പോയത് അല്ലേ. അങ്ങനെ കളറിൻ്റെ പേരിൽ ആരെയും കളിയാക്കാൻ പാടില്ലല്ലോ. അതൊക്കെ കൊണ്ടാണ് അത് അത്രയും പ്രശ്നമാകുന്നതും. അല്ലാതെ മോഹിനിയാട്ടത്തിൽ പുരുഷന്മാർ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അപ്പോൾ മോഹിനിയാട്ടത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം വന്നിട്ടുള്ളതുകൊണ്ട് മോഹിനിയാട്ടം ഒന്ന് നന്നായിട്ട് നോക്കി വയ്ക്കുക. കേരളത്തിലെ തനത് ലാസ്യ നൃത്തകലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനി മുളയ്ക്കൽ തങ്കമണിയാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തനുണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ്? അത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് അല്ലേ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തനുണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് നമ്മുടെ ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുന്ന രസം എന്ന് പറയുന്നത് ശൃംഗാരമാണ് അല്ലേ. അതോർക്ക് ആ പേരിൽ തന്നെ മോഹിനി എന്ന് പറയുന്ന അല്ലേ, ശൃംഗാരഭാവമുള്ളതാണല്ലേ മോഹിനി. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ അല്ലേ, മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തോരണയുദ്ധം എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടമാണ്. കൂടിയാട്ടം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കലാരൂപങ്ങളിൽ കൂടിയാട്ടം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നടനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ മോഹിനിയാട്ടം, അതേപോലെ അല്ലേ ഭരതനാട്യത്തിൻ്റെ കുറച്ച് ഇതേ വരുന്നുള്ളൂ. മോഹിനിയാട്ടമാണ് നമുക്ക് പ്രധാനം അല്ലേ. കഥകളി പദങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം? അത് ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് അല്ലേ. തോരണയുദ്ധം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ് കേട്ടോ. തോരണയുദ്ധം കൂടിയാട്ടം. അതുപോലെ ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം എന്ന് പറയുന്നത്. ആരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം? ഗുരു മാണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് എന്ന് പറയുന്നത്. മിഴാവാണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി, ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തിൻ്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ, ഗുരു മാണി മാധവ ചാക്യാർ എന്നും പറയും അല്ലേ. കൂടിയാട്ടത്തിൻ്റെ കുലപതി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തിൻ്റെ കുലപതി ആരാണ്? പലതവണ ചോദിച്ചിട്ടുണ്ട്. അമ്മന്നൂർ മാധവ ചാക്യാരാണ്, ഗുരു മാണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പമുദ്രം അല്ലേ, നാട്യകൽപ്പദ്രുമം. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പദ്രുമം എന്ന കൃതി രചിച്ചത് ഗുരു മാണി മാധവ ചാക്യാരാണ് അല്ലെ. ഗുരു മാണി മാധവ ചാക്യാർ അഥവാ അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? 41 ദിവസമാണ് വേണ്ടത്. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ 41 ദിവസം വേണം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. അത് കൊള്ളാല്ലേ. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്.
കൈമുദ്രകൾക്ക് കൂടിയാട്ട കലാകാരന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക. കൈമുദ്രകൾക്ക് കൂടിയാട്ട കലാകാരന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം എന്നിവ ഏത് കലാരൂപത്തിൻ്റെ അഭിനയ പ്രകാരങ്ങളാണ്? കൂടിയാട്ടത്തിൻ്റെ അല്ലേ. എല്ലാത്തിലും ഒരു ടം ഉണ്ടല്ലേ. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം, കൂടിയാട്ടം അല്ലെ. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം, പതിഞ്ഞാടുക, ഇരുന്നാടുക, ഇളകിയാടുക, കൂടിയാട്ടത്തിൻ്റെ അല്ലേ. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം, കൂടിയാട്ടം. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം അല്ലേ. ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. അപ്പോൾ ഇത്രയുമാണ് കൂടിയാട്ടത്തെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. കൂടിയാട്ടത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. കൂടിയാട്ടം ഇമ്പോർട്ടൻ്റ് ആണ്. തോരണ യുദ്ധം എന്നറിയപ്പെടുന്നു അല്ലേ. മാണി മാധവീയം എന്ന് പറയുന്നത് ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ്. പിന്നെ ഇതിനുപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ അല്ലേ. യഥാർത്ഥ പേര് ഗുരു മാണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പദ്രുമം എന്ന കൃതി രചിച്ചത് ഇദ്ദേഹമാണ്, ഗുരു മാണി മാധവ ചാക്യാരാണ്. കൂടിയാട്ടം പൂർണ്ണരൂപത്തിൽ അവതരിപ്പിക്കുവാൻ 41 ദിവസം വേണം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. കൈമുദ്രകൾക്ക് കൂടിയാട്ട കലാകാരന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് ഹസ്തലക്ഷണ ദീപികയാണ്. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം എന്നിവ കൂടിയാട്ടത്തിൻ്റെ രൂപത്തിൻ്റെ അഭിനയ പ്രകാരങ്ങളാണ്. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. അടുത്തത് ചാക്യാർകൂത്താണ്. ചാക്യാർകൂത്ത് എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കാം. സമകാലിക പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപകരിച്ചിരുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? സമകാലിക പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപകരിച്ചിരുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ അല്ലെ, വാദ്യങ്ങൾ മിഴാവും ഇലത്താളവുമാണ്. ഇതൊക്കെ നോക്കി വെച്ചേക്കുന്നത്. ഈ വാദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്ന് പറയുന്നത് മിഴാവും ഇലത്താളവുമാണ്. ചാക്യാർകൂത്തിലെ ജീവനായ രസം എന്ന് പറയുന്നത് ഹാസ്യമാണ്. ഹാസ്യരസമാണ് ചാക്യാർകൂത്ത് അല്ലെ. ചാക്യാർകൂത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, തമാശയല്ലേ അതിൽ. പൈങ്കുളം രാമൻ ചാക്യാരുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ചാക്യാർകൂത്ത് അല്ലെ. പൈങ്കുളം രാമൻ ചാക്യാരുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ചാക്യാർകൂത്ത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ ഉണ്ട് പഠിക്കാൻ, ക്ലാസ് തീർന്നിട്ടില്ല. പിന്നെ നമ്മൾ ഡെയിലി രാവിലെ 5 മണിക്കും വൈകിട്ട് 7 മണിക്കും പിന്നെ 8 മണിക്കൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. പ്രസ്താവന ചോദ്യങ്ങൾ പോകുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ കേരളവും ഭരണ സംവിധാനവും ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് രാവിലെ 5 മണിക്കും വൈകിട്ട് 7 മണിക്കും 8 മണിക്കും നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. നമ്മുടെ ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടാറില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കുക. അരങ്ങുവിധാനം ഗോഷ്ഠി കാട്ടുക. എന്താണ് അരങ്ങുവിധാനം? ഗോഷ്ഠി കാട്ടുക. അക്കിത്തച്ചൊല്ലൽ, അരങ്ങു തളിക്കൽ. അപ്പം എന്തൊക്കെയാണ്? അരങ്ങുവിധാനം, ഗോഷ്ഠി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, അരങ്ങ് തളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്? ഇത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. അരങ്ങുവിധാനം, ഗോഷ്ഠി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, അരങ്ങ് തളിക്കൽ ഇതൊക്കെ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. മാർഗം കളി അല്ലെ. മാർഗം കളി ഏത് മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്? ക്രിസ്തുമതം. അത് നമുക്കറിയാവുന്ന പോയിന്റാണ് അല്ലെ. മാർഗം കളിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 12 ആണ്. മാർഗം കളിയുടെ ഗാനവിഭാഗം എന്നറിയപ്പെടുന്നത് മാർഗം കളിപ്പാട്ട്. അതുപോലെ ഏത് ക്രൈസ്തവ വിഭാഗത്തിന്റെ അനുഷ്ഠാന കലാരൂപമാണ് മാർഗം കളി? അത് സുറിയാനി വിഭാഗത്തിൻ്റെ അല്ലെ. ഏത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് മാർഗം കളി? സുറിയാനി. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം 24 ആണ്. 24. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം 24. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ് അല്ലെ. പ്രാകൃതം എന്ന ഭാഷയാണ്. കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്ന രംഗവേദിയാണ് കൂത്തമ്പലം എന്നറിയപ്പെടുന്നു അല്ലെ. കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്ന രംഗവേദി അറിയപ്പെടുന്ന പേര് കൂത്തമ്പലം എന്നാണ്. കൂത്തമ്പലം. കഥകളിയിലെ കേളികൊട്ടിന് സമാനമായ കൂടിയാട്ടത്തിലെ ചടങ്ങാണ്
മിഴാവ് ഒച്ചപ്പെടുത്തൽ. കഥകളിയിലെ കേളികൊട്ടിന്, ചിലപ്പോൾ ചോദിച്ചേക്കാം, കഥകളിയിലെ കേളികൊട്ടിന് സമാനമായ കൂടിയാട്ടത്തിലെ ചടങ്ങ് ഏതാ? മിഴാവ് ഒച്ചപ്പെടുത്തൽ. മിഴാവ് ഒച്ചപ്പെടുത്തൽ കഥകളിയിലെ കേളികൊട്ടിന് സമാനമാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. സെന്റ് തോമസിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ഇതിവൃത്തമായ കലാരൂപമാണ് മാർഗം കളി. എന്താണ്? സെന്റ് തോമസ് അല്ലെ, സെന്റ് തോമസിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ഇതിവൃത്തമായ കലാരൂപമാണ് മാർഗം കളി എന്ന് പറയുന്നത്. പടയണിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് കാളി ദാരിക യുദ്ധമാണ് അല്ലെ. അപ്പൊ പടയണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഉത്സവ സീസണിൽ. അപ്പൊ അതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് കാളി ദാരിക യുദ്ധമാണ് അല്ലെ. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി എന്ന് പറയുന്നത്. എന്താണ്? മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി എന്ന് പറയുന്നത്. ഏത് കലാരൂപം അരങ്ങേറുന്നുവെന്ന് അറിയിക്കാനുള്ള വാദ്യമേളമാണ് കാച്ചിക്കെട്ട്. കാച്ചിക്കെട്ട് പടയണിയാണ്. കാച്ചിക്കെട്ട് പടയണി. ഏത് കലാരൂപം അരങ്ങേറുന്നു എന്ന് അറിയിക്കാനുള്ള വാദ്യമേളമാണ് കാച്ചിക്കെട്ട് പടയണി. കഥകളിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കലാരൂപം കൂടിയാട്ടമാണ്. നല്ലൊരു പോയിന്റാണ് അല്ലേ. കഥകളിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കലാരൂപം ഏതാണ്? അത് കൂടിയാട്ടമാണ്. കൂടിയാട്ടം മാനവ സമുദായത്തിന്റെ മഹത്തായ പാരമ്പര്യ കലയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് നമ്മുടെ കൂടിയാട്ടം. എന്താണ്? മാനവ സമുദായത്തിന്റെ മഹത്തായ പാരമ്പര്യ കലയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് കൂടിയാട്ടം. മണിപ്രവാളം അതിന്റെ ഉത്ഭവത്തിന് കടപ്പെട്ടിരിക്കുന്ന കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. മണിപ്രവാളം അതിന്റെ ഉത്ഭവത്തിന് കടപ്പെട്ടിരിക്കുന്ന കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഇതാണ് അതിൻ്റെ കൂടിയാട്ടത്തിൻ്റെ PSCയിൽ ഒരു ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. കേരള നടനവുമായി ബന്ധപ്പെട്ട നടന കൈരളി അല്ലെ, എന്താണ്? കേരള നടനവുമായി ബന്ധപ്പെട്ട നടന കൈരളി എന്ന പുസ്തകം രചിച്ചത് ഗുരു ഗോപിനാഥ് ആണ്. ഗുരു ഗോപിനാഥ്. കേരള നടനവുമായി ബന്ധപ്പെട്ട നടന കൈരളി എന്ന പുസ്തകം രചിച്ചത് ഗുരു ഗോപിനാഥാണ്. ഗുരു ഗോപിനാഥ്. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് കൂടിയാട്ടമാണ്. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമായി കണക്കാക്കുന്നത് കൂടിയാട്ടമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള, ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമായി കണക്കാക്കുന്നത് കൂടിയാട്ടമാണ്. ചൂട്ടുവെപ്പ് എന്നറിയപ്പെടുന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപമാണ് പടയണി. ചൂട്ടുവെപ്പ് എന്നറിയപ്പെടുന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപമാണ് പടയണി അല്ലെ. ചൂട്ടുപടയണി എന്ന് പറഞ്ഞിട്ട് ഒരു പടയണി ഉണ്ടല്ലോ ചില അമ്പലങ്ങളിൽ ഉത്സവ സീസണിൽ. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? തപ്പും ചെണ്ടയും. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, ഈ വാദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചണം. പഞ്ചവാദ്യങ്ങൾ, അതേപോലെ കഥകളിയിലെ വാദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പടയണിയിൽ തപ്പും ചെണ്ടയുമാണ് ഉപയോഗിക്കുന്നത്. നീലംപേരൂർ പടയണി നടക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ. ഏതാണ്? നീലംപേരൂർ പടയണി ആർട്ട് മ്യൂസിയം കടമ്മനിട്ടയിലാണ്. പടയണി ആർട്ട് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കടമ്മനിട്ടയിലാണ്. കടമ്മനിട്ടയിൽ. പടയണിയിലെ പ്രധാന വാദ്യോപകരണം എന്ന് പറയുന്നത് തപ്പാണ്. തപ്പ് അല്ലെ. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ നമുക്കറിയാം തപ്പും ചെണ്ടയും. അതിൽ തന്നെ പ്രധാന വാദ്യോപകരണം തപ്പാണ്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നീലംപേരൂർ പടയണി? നീലംപേരൂർ പടയണി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണ്. 16 ദിവസമാണ് നീലംപേരൂർ പടയണി നീണ്ടു നിൽക്കുന്നത്. ഏറ്റവും പ്രസിദ്ധമായ പടയണി കടമ്മനിട്ട വലിയ പടയണിയാണ് അല്ലെ. ഏറ്റവും പ്രസിദ്ധമായ പടയണി കടമ്മനിട്ട വലിയ പടയണിയാണ് അല്ലെ. അടുത്തത്, ഏത് മാസത്തിലാണ് നീലംപേരൂർ പടയണി? ആലപ്പുഴ ജില്ലയിലാണെന്ന് പറഞ്ഞു അല്ലെ. നീലംപേരൂർ പടയണി നടക്കുന്നത് 16 ദിവസമാണെന്നും പറഞ്ഞു അല്ലെ. ചിങ്ങമാസത്തിലാണ് അല്ലെ. പൂരം നാളിലാണ് ഈ പടയണി നടക്കുന്നത്. ഏത് മാസത്തിലാണ് നീലംപേരൂർ പടയണി നടക്കുന്നത്? ചിങ്ങം മാസത്തിലെ പൂരം നാളിലെ. കെട്ടുകാഴ്ചകൾക്ക് പ്രാധാന്യമുള്ള പടയണി നീലംപേരൂർ പടയണിയാണ്. കെട്ടുകാഴ്ചകൾക്ക് പ്രാധാന്യമുള്ള പടയണി നീലംപേരൂർ പടയണിയാണ്. ഭൈരവി കോലം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പടയണിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഭൈരവി കോലം പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചേരമാൻ പെരുമാളിന്റെ വരവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന പടയണിയാണ് നീലംപേരൂർ പടയണി അല്ലെ. എന്താണ്? ചേരമാൻ പെരുമാളിന്റെ വരവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന പടയണിയാണ് നീലംപേരൂർ പടയണി. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യസംഗീതമാണ് സോപാന സംഗീതം അല്ലെ. സോപാന സംഗീതം. നമ്മൾ ദേവാസുരം സിനിമയിൽ അല്ലെ, ഒടുവിലുണ്ണി കൃഷ്ണൻ, അത് നല്ലൊരു പാട്ട് രസമല്ലേ സോപാന സംഗീതം കേൾക്കാൻ. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യസംഗീതമാണ് സോപാന സംഗീതം. സോപാന സംഗീതത്തിന്റെ മറ്റൊരു പേരാണ് കൊട്ടിപ്പാടി സേവ.
എന്താണ് കുട്ടിപ്പാടി സേവ? ഏത് കലാരൂപത്തിൻ്റെ 2 കൈവഴികളാണ് കുട്ടിപ്പാടി സേവയും രംഗസോപാനവും? അത് സോപാന സംഗീതത്തിൻ്റെ കൈവഴികളാണ് അല്ലെ. സോപാന സംഗീതത്തിൻ്റെ കൈവഴികളാണ് ഏതൊക്കെ? കുട്ടിപ്പാടി സേവയും രംഗസോപാനവും. അപ്പോൾ ഇത്രയുമാണ് കലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുണ്ട്. അപ്പം നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തു പോകും. ടോപ്പിക്കുകളെല്ലാം പരീക്ഷയ്ക്ക് മുമ്പേ നമുക്ക് തീർക്കണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേരളവും ഭരണ സംവിധാനവും, അതേപോലെ സുപ്രധാന നിയമങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, സയൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ പ്രസ്താവന ചോദ്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്തിടുക. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും കിട്ടുന്ന രീതിയിൽ ഇടുക. ടെലഗ്രാമിൽ വരിക. ഇതിൻ്റെയൊക്കെ റിവിഷൻ പരീക്ഷകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുക. താങ്ക്